നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. സ്ത്രീകൾക്ക് സാധാരണ ഗർഭപാത്രത്തിൽ കാണാറുള്ള ഒന്നാണ് ഫൈബ്രോയിഡ് അഥവാ ഗർഭപാത്രത്തിൻ്റെ പേശികളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു മുഴ. ഇത് തീർച്ചയായിട്ടും സ്ത്രീകളിൽ പല പല സൈസുകളിൽ കാണാറുണ്ട്. അപ്പോൾ ഞങ്ങളെടുത്ത് പലപ്പോഴും വേറെ എന്തെങ്കിലും കാര്യത്തിന് ചെയ്യുന്ന ഒരു സ്കാൻ റിപ്പോർട്ടുമായിട്ട് സ്ത്രീകൾ വരാറുണ്ട്. അവർ നമ്മളോട് ചോദിക്കും, ഈ ഒരു മുഴ ഒന്ന് എടുത്ത് കളഞ്ഞു തരണം. സ്കാനിങ് ചെയ്തെടുത്ത് അവർ പറഞ്ഞു ഗർഭപാത്രത്തിൽ മുഴയുണ്ട്, അപ്പോൾ അതൊന്ന് എടുക്കണമെങ്കിൽ എന്ത് തരം ഓപ്പറേഷനാണ് എന്ന് ചോദിച്ചാണ് അവർ വരുന്നത്. അപ്പം നമ്മൾ നിങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഡോക്ടർ എനിക്ക് ലക്ഷണമൊന്നുമില്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ ഈ ഗർഭപാത്രത്തിൽ മുഴയാണെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങി എനിക്കൊരു മനസ്സമാധാനമില്ല. ഗർഭപാത്രത്തിലെ ഈ മുഴകളെ കുറിച്ച് നമ്മൾ അങ്ങനെ മനപ്രയാസപ്പെടേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല തന്നെ. ഗർഭപാത്രത്തിൽ വരുന്ന മുഴകൾ സാധാരണമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഗർഭപാത്രത്തിൽ വരുന്ന മുഴകൾക്ക് നമുക്ക് ഓപ്പറേഷൻ വേണോ വേണ്ടയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സ അതിനുണ്ടോ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗർഭപാത്രത്തിൽ വരുന്ന മുഴകൾക്ക് എപ്പോഴൊക്കെയാണ് ഓപ്പറേഷൻ വേണ്ടത്? ഗർഭപാത്രത്തിൽ വരുന്ന ഫൈബ്രോയിഡുകൾ ഗർഭപാത്രത്തിനകത്തേക്ക് വളരുകയാണെന്നുണ്ടെങ്കിൽ അത് ഗർഭപാത്രത്തിൻ്റെ അകത്തെ പാടയിലൊക്കെ വ്യത്യാസമുണ്ടാക്കി രക്തസ്രാവം, മാസാമാസമുള്ള രക്തസ്രാവം വളരെയധികം കൂട്ടുകയും വിളർച്ച ഉണ്ടാക്കിക്കുകയും ചെയ്യും. അപ്പോൾ മാസക്കുളി വളരെയധികം പോവുകയും അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിന് ബുദ്ധിമുട്ട് വരികയും വിളർച്ച കൊണ്ടുള്ള ശ്വാസം മുട്ട്, കിതപ്പ്, ക്ഷീണം മുതലായവയൊക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ നടത്തി, ശസ്ത്രക്രിയ നടത്തി ഗർഭപാത്രമോ അല്ലെങ്കിൽ ആ മുഴ മാത്രമോ മാറ്റുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. രണ്ടാമത്, നമുക്ക് ഈ ഗർഭപാത്രത്തിലെ മുഴകൾ വളർന്ന് വലുതായി അത് വയറ്റിൽ തൊടുമ്പോൾ വയറ് വരെ എത്തുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ അപ്പോഴും നമുക്ക് ഓപ്പറേഷൻ വേണം. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഗർഭപാത്രത്തിലെ മുഴകൾ ഒരു 3.5 മാസം ഗർഭത്തിൻ്റെ സൈസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ എടുത്തു കളയണം. അത് ഒരു രക്തസ്രാവം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും എടുത്തു കളയണം. വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ വളരുന്ന മുഴകൾ നമ്മുടെ വയറ്റിൽ കൂടെ പോകുന്ന മൂത്രനാളിക്കുഴലിന് തടസ്സമുണ്ടാക്കി കിഡ്നിയുടെ സൈസ് വലുതാവുകയും കിഡ്നിയിൽ വീക്കം ഉണ്ടാവുകയും കിഡ്നിയിൽ അണുബാധ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത് പലപ്പോഴും വളരെ വളരെ അപകടകരമായ കാര്യങ്ങളിലേക്ക് നയിച്ചു എന്ന് വരാം. പിന്നെ നമുക്ക് എപ്പോഴൊക്കെയാണ് ഗർഭപാത്രത്തിലെ ഈ മുഴകൾ എടുത്തു കളയേണ്ടത്? അത് ഗർഭാശയ മുഴ എന്നതിനപ്പുറം അതൊരു ക്യാൻസർ ആണ് എന്ന് സംശയം തോന്നുകയാണെങ്കിലും നമ്മളത് എടുത്തു കളയണം. പക്ഷേ അതിനൊക്കെ കൃത്യമായ ലക്ഷണങ്ങളുണ്ട്. ക്യാൻസർ ആകുന്ന മുഴകൾ പെട്ടെന്ന് വളരുകയും രക്തസ്രാവം കൂടുതലാക്കി ഉണ്ടാക്കുകയും ഒരു ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യും. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത മുഴകൾ, ചെറിയ മുഴകൾ, ഒരു 3.5 മാസം ഗർഭത്തിന് വലിപ്പത്തിൽ താഴെയുള്ള മുഴകൾ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ മൂത്രനാളിക്കുഴലിലോ പ്രതിബന്ധമോ പ്രതിസന്ധിയോ ഉണ്ടാക്കാത്ത മുഴകളാണെങ്കിൽ നമ്മളത് എടുത്തു കളയേണ്ട ആവശ്യം തന്നെയില്ല. നന്ദി, നമസ്കാരം.